എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നും ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ വർഷം ഇറങ്ങിയ ഒരു കൊറിയൻ സിനിമയുടെ പേര് ഹൈജാക്ക് 1971. ഇതാണ് സിനിമയുടെ പേര്. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ആയിട്ട് വരാൻ കാരണം മറ്റൊന്നുമല്ല, ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ത്രില്ലർ സിനിമയാണ്. സീറ്റ് എഡ്ജർ ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ കിഡിലൻ സിനിമയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യുന്നതാണ് ഇതിലെ കഥ. അപ്പോൾ സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ കിഡിലൻ സിനിമയാണ്. കൊറിയൻ സിനിമ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർ ഒരിക്കലും മിസ്സാക്കരുത് ഈ സിനിമ, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. സിനിമയുടെ പേര് പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹൈജാക്കാണ് വിഷയം. അതും യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്. 1971 കൊറിയയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ഈ സിനിമ. അതിൽ കുറച്ച് ഫിക്ഷനെല്ലാം ചേർത്ത്, സിനിമയാകുമ്പോൾ കുറച്ച് ഫിക്ഷനൊക്കെ ചേർക്കണമല്ലോ, എന്നാലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അന്ന് നടന്ന ഒരു സംഭവത്തെ സിനിമയാക്കിയിരിക്കുകയാണ്. ഈ കൊറിയൻ, ഈ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് രാജ്യമാണല്ലോ. അവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമായിരുന്നു 1970-80 കാലഘട്ടത്തിൽ. അപ്പം അന്ന് ഇതേപോലെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്തതാണ് സംഭവം. അത് കിഡിലനായി എടുത്തിട്ടുണ്ട്. കഥ പറയുന്നത് ശരിയല്ല, എന്നാലും പറയുകയാണെങ്കിൽ സിനിമയിൽ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഒരു വിമാനം ഹൈജാക്ക് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നായകൻ ആ സമയത്ത് ഒരു വ്യോമ സൈനികനായിരുന്നു. അദ്ദേഹം ആ വിമാനത്തെ പിന്തുടരുന്നു. അപ്പോൾ ആ വിമാനം അതിർത്തി കടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മേലെ നിന്നൊരു ഓർഡർ വരുന്നു അത് ഷൂട്ട് ചെയ്യാൻ. പക്ഷെ അദ്ദേഹം അതിലുള്ള യാത്രക്കാരെ മനസ്സിൽ കണ്ടതുകൊണ്ട്, അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അദ്ദേഹം വിചാരിച്ചതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പനിഷ്മെൻറ്റ് കിട്ടുന്നു. അങ്ങനെ സാധാരണ ഒരു പൈലറ്റ്, സാധാരണ യാത്രക്കാരുടെ വിമാനം ഓട്ടുന്ന ഒരു സാധാ പൈലറ്റ്, അങ്ങനെ ആ രീതിയിലേക്ക് അയാളെ തരം താഴ്ത്തുന്നു. പിന്നീടാണ് കഥ. പിന്നീട് അതിന് ശേഷമാണ് ഇതേപോലെ സാധാ യാത്രക്കാരുള്ള ഒരു വിമാനം ഇദ്ദേഹം പറത്താണ്. അതും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പൈലറ്റല്ല, സാധാരണ ഒരു പൈലറ്റാണ്. അപ്പോൾ അന്ന് കൂടെയുള്ള മെയിൻ പൈലറ്റ് അദ്ദേഹത്തെ ലാൻഡ് ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ഇന്ന് നീ ലാൻഡ് ചെയ്തോ, ആദ്യമായിട്ട് ലാൻഡ് ചെയ്തോ എന്ന രീതിയിൽ ഏൽപ്പിക്കുന്നു. പക്ഷേ അങ്ങനെ ഏൽപ്പിച്ച ആ വിമാനമാണ് ഹൈജാക്ക് ചെയ്യുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിലൊരു വ്യക്തി അതിൽ ചെറിയൊരു ബോംബ് ഇടുന്നു. അതിനുശേഷം പിന്നീട് സിനിമ കണ്ടറിയാം. അദ്ദേഹം ഈ വിമാനം പിന്നീട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അതിലെ യാത്രക്കാരെല്ലാവരും രക്ഷപ്പെടുമോ, എന്താണ് സംഭവിക്കുക എന്നുള്ളത് സിനിമ കണ്ടറിയാം. ഈ സിനിമ ഏകദേശം ഒരു 1.5-1.25 മണിക്കൂറേ ഉള്ളൂ. അതിൽ നായകൻ്റെ പേര് വേണ്ട, കൊറിയൻ ആക്ടറൊക്കെ ആയതുകൊണ്ട് അവരുടെ പേര് നമുക്കറിയില്ല. എന്നാലും ഒരു ഹാ ജുംഗു അങ്ങനെ എന്താണ് നായകൻ്റെ പേര്. അപ്പോൾ നല്ല ത്രില്ലർ സിനിമ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സിനിമ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നല്ല സിനിമകളൊക്കെ കാണുമ്പോൾ അത് നമ്മൾ ഫ്രണ്ട്സിനോട് പറയുമല്ലോ, എടാ ഇന്ന പടം കണ്ടോ, നല്ല പടമാണ്, കണ്ടു നോക്കുമെന്ന് പറയുമല്ലോ. അങ്ങനെ ഞാൻ സാധാരണ അങ്ങനെ പറയുന്ന ഒരാളാണ്. അപ്പോൾ അത് എല്ലാവരോടും പറയാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല സിനിമകൾ കാണുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. ഓക്കെ.